ശത്രുവിനെ സ്നേഹിക്കുക. യേശു പഠിപ്പിച്ച പാഠങ്ങളിൽ പരമപ്രധാനമായിട്ടുള്ള ഒന്നായിരുന്നു അത്. ഈ യേശു തന്നെയാണോ ഇന്ന് സംസാരിക്കുന്നത്? മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ ഒക്കെ ഉപേക്ഷിക്കുവാൻ. ഇത് രണ്ടും യേശുവിനോട് ചേരുന്ന ഒന്നാണോ? കുടുംബവും ബന്ധങ്ങളും മോശമാണോ? അത്രയ്ക്ക് പ്രാധാന്യമില്ലാത്തതാണോ? തീർച്ചയായിട്ടും ഇപ്രകാരമുള്ള ചോദ്യങ്ങൾ നമ്മൾ ഇന്ന് ചോദിക്കും. യഥാർത്ഥത്തിൽ നമ്മൾ ക്രിസ്തുവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ യേശു മനുഷ്യരെ അല്ലെങ്കിൽ മനുഷ്യബന്ധങ്ങളെ അത്ര പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് കണ്ടിരുന്നത്. അവന് ധാരാളം സുഹൃത്തുക്കളുണ്ടായിരുന്നു. പക്ഷേ യേശു പലപ്പോഴും ചില പ്രതീകങ്ങളിലൂടെ, ചില അടയാളങ്ങളിലൂടെയൊക്കെയാണ് സംസാരിച്ചിരുന്നത്. തൻ്റെ കേൾവിക്കാരെ അതിനെപ്പറ്റി, അതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി മനസ്സിലാക്കുവാനായിട്ട്. അതുകൊണ്ടാണല്ലോ യേശു പറയുന്നത്, നിന്റെ കണ്ണ് അല്ലെങ്കിൽ നിന്റെ കരം അത് തിന്മയ്ക്ക് വഴിയാകുന്നെങ്കിൽ അത് പറിച്ചെറിയുക, അത് ചൂഴ്ന്നെറിയുക. ആരും യേശുവിൻ്റെ ഈ വാക്ക് അതുപോലെ തന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ. അതിൻ്റെ അർത്ഥം ചെയ്യേണ്ടതായിട്ടുള്ള, ശരിയായിട്ടുള്ള, പ്രാധാന്യമുള്ള എന്തോ ഉണ്ട്. അതുതന്നെയാണ് യേശു ഇന്നും നമ്മോട് ആവശ്യപ്പെടുന്നത്. നാം ചെയ്യുന്ന എല്ലാത്തിലും ദൈവത്തിന് പ്രഥമ സ്ഥാനം നൽകുക. എന്തുകൊണ്ടാണ് യേശു ഇങ്ങനെ വളരെ കഠിനമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത്? യേശുവിന് കാഴ്ചക്കാരെ ആവശ്യമില്ലായിരുന്നു. ഒത്തിരി മനുഷ്യർ, നമ്മൾ കേൾക്കുന്നുണ്ട്, ഒത്തിരി മനുഷ്യർ യേശുവിൻ്റെ പുറകെ കൂടുന്നുണ്ട്. അവൻ്റെ അത്ഭുതങ്ങൾ കണ്ടിട്ട്, അവനിൽ എന്തൊക്കെയോ പ്രതീക്ഷകൾ വെച്ചിട്ട് ഒക്കെ. പക്ഷേ യേശു പറയും, തന്നെ അനുഗമിക്കുക എന്നുള്ളത് അത് ഒരു ഉറച്ച തീരുമാനമായിരിക്കണം. അതിനുവേണ്ടി പലതും മാറ്റിവെക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകണം. നമുക്ക് അനുദിന ജീവിതത്തിൽ ഒത്തിരി ഉദാഹരണങ്ങളുണ്ട് അതിനെപ്പറ്റി പറയുവാനായിട്ട്. ഒരു പ്രധാനപ്പെട്ട മത്സരത്തിൽ പങ്കെടുക്കുവാൻ തയ്യാറാകുന്ന ഒരു വ്യക്തി, അയാൾ ആ ഒരു മത്സരത്തിൽ വിജയിക്കുവാൻ വേണ്ടി, അതിന് നന്നായിട്ട് പ്രകടനം കാഴ്ചവെക്കുവാൻ വേണ്ടിയിട്ട് ഒത്തിരി കാര്യങ്ങൾ മാറ്റിവെക്കുന്നുണ്ട്. ഒത്തിരി അച്ചടക്കത്തോടെ തൻ്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും യുദ്ധസ്ഥലത്തോ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുന്ന സ്ഥലത്തോ സഹായിക്കുവാനായിട്ട് എത്തുന്ന ഡോക്ടർമാരോ അല്ലെങ്കിൽ രക്ഷാപ്രവർത്തകരോ, അവരൊക്കെ ആ ഒരു പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഒത്തിരി കാര്യങ്ങൾ മാറ്റിവെക്കുന്നുണ്ട്, ഒത്തിരി റിസ്കുകൾ എടുക്കുന്നുണ്ട്. അവരിൽ നിന്നും ആവശ്യപ്പെടുന്ന കാര്യം നന്നായിട്ട് ചെയ്യുവാനായിട്ട്. അങ്ങനെ വരുമ്പോൾ യേശുവിനെ അനുഗമിക്കുക എന്നുള്ളത് ഇതിലും എത്രമാത്രം പ്രാധാന്യമുള്ളെന്നാണ്. യഥാർത്ഥത്തിൽ യേശുവിനെ അനുഗമിക്കുക എന്നുള്ളത് മനുഷ്യരെ ഒരുമിച്ച് ചേർക്കുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ബന്ധങ്ങൾ നമുക്ക് ആവശ്യമാണ്. പക്ഷേ ഇവയൊക്കെ ദൈവത്തിന് ഉപരിയായിട്ട് മാറരുത്. നമ്മുടെ ബന്ധങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സമ്പാദ്യങ്ങൾ, അതൊക്കെ ഈ ഒരു പ്രധാന കർത്തവ്യത്തിന് തടസ്സമാകരുത്. അതുകൊണ്ടാണ് യേശു പറയുന്നത്, മറ്റുള്ളവയ്ക്കൊക്കെ അല്പം താഴ്ന്ന സ്ഥാനം നൽകുക, ദൈവത്തിന് പ്രഥമ സ്ഥാനം നൽകുക. ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിൻ്റെ മരണത്തിനു ശേഷം ഇപ്രകാരം പറഞ്ഞു, എൻ്റെ രണ്ടാമത്തെ സ്നേഹം അത് നഷ്ടമായി. തീർച്ചയായിട്ടും എല്ലാവർക്കും, കേട്ടവർക്കൊക്കെ ഒരു ചോദ്യമുണ്ടായി. ഈ സ്ത്രീക്ക് മറ്റൊരു ബന്ധമുണ്ടായിരുന്നു, ഇത് ഇവരുടെ ആദ്യ ഭർത്താവല്ലായിരുന്നോ? അപ്പോൾ അവർ അതിനെ വിശദീകരിച്ചു, എൻ്റെ പ്രഥമ സ്നേഹം ദൈവത്തിന്, അവനെ എനിക്ക് നഷ്ടമായിട്ടില്ല. അതെ പ്രിയമുള്ളവരെ, അതാണ് ഈ ദൈവ സ്നേഹത്തിൻ്റെ രഹസ്യം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തിനൊക്കെയാണ് സ്ഥാനങ്ങൾ നൽകുന്നത്? ബന്ധങ്ങൾക്ക്, നമ്മുടെ വസ്തുവകകൾക്ക്, നമ്മുടെ സ്വപ്നങ്ങൾക്ക്. പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ, ദൈവ സ്നേഹത്തിൽ നിന്ന് എന്നെ അകറ്റുവാനായിട്ട് എന്തിനു സാധിക്കും?
അതെ പ്രിയമുള്ളവർ, ദൈവത്തിന് പ്രഥമ സ്ഥാനം നൽകുമ്പോൾ ജീവിതത്തിലെ മറ്റ് കാര്യങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം ലഭിക്കും. അതുവഴി നമുക്ക് നമ്മുടെ സഹോദരങ്ങളെ കൂടുതൽ നന്മയിൽ സ്നേഹിക്കുവാനായിട്ട്, ദൈവസ്നേഹത്തിൽ അവരെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് നമുക്ക് ദൈവത്തെയും മനുഷ്യരെയും സ്നേഹിക്കാം. അതിൻ്റെ കൃത്യമായിട്ടുള്ള അനുപാതത്തിൽ കുരിശുകൾ വഹിക്കുവാനായിട്ട്, ജീവിതത്തിൽ കഠിനതരമായിട്ടുള്ള പ്രശ്നങ്ങളിൽ പ്രതീക്ഷ കൈവിടാതിരിക്കുവാനായിട്ട് ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.